നമുക്കിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ സ്പൈഡർ ലില്ലീസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് ഒറിഗാമി ഫ്ലവേഴ്സ് ആട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് സമയം വേണം കേട്ടോ. നീളവും വീതിയും സെയിം ആയിട്ടുള്ള പേപ്പറാണ് കേട്ടോ എടുക്കേണ്ടത് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ 7 സെൻറ്റിമീറ്റർ ആട്ടോ. ആ ഒരു പേപ്പർ ഇതുപോലെ മടക്കാം. സെൻറ്ററിൽ പകുതിയായിട്ട് പേപ്പർ മടക്കാം, എന്നിട്ട് തുറക്കാം. നമുക്ക് ആ ഒരു മടക്കാണ് കറക്റ്റ് വേണ്ടത് കേട്ടോ. അപ്പുറത്തെ സൈഡും കൂടിയും ഒന്നും കൂടിയും മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നിവർത്തുമ്പോൾ നമുക്ക് 4 ബോക്സസ് അതിൻ്റെ ഉള്ളിൽ കിട്ടും. കണ്ടോ, ഇതുപോലെ മടക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യണം. ഈ ഒരു മടക്ക് നമുക്ക് കറക്റ്റ് കിട്ടണം. നെക്സ്റ്റ് ഈ പേപ്പർ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാം. കണ്ടോ, ഇങ്ങനെ മടക്കി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും അത് തുറന്നെടുക്കാം. തുറന്നതിന് ശേഷം വീണ്ടും അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത് പേപ്പർ തുറന്നു കഴിയുമ്പോൾ കണ്ടോ, നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കണ പോലെയുള്ള മടക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അതിൽ നമുക്കൊരു 4 ഡയമണ്ട് ഷേപ്പ് പോലെ ആയിരിക്കും കിട്ടിയേക്കണത്. അതിൽ ഒരു ഡയമണ്ട് ഷേപ്പ് എടുത്തിട്ട് ബാക്കി അതിൻ്റെ 2 സൈഡിലും വരുന്ന ഡയമണ്ട് ഷേപ്പ് നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം കേട്ടോ. വീഡിയോയിൽ കാണിക്കണ പോലെ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ആ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ സൈഡിലുള്ള ആ 2 മടക്കും നന്നായിട്ട് മടക്കി ആ സൈഡിലുള്ള ഡയമണ്ട് ഷേപ്പ് ഉള്ളിലോട്ട് അങ്ങ് മടക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടി. അതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയും ഒരു ഭാഗം മടങ്ങിയായിട്ട് ഇരിക്കാം. ആ ഒരു ഓപ്പൺ ആയ ഭാഗമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ആ ഒരു ഓപ്പൺ ആയ ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കണം. 2 സൈഡും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം. ഈ മടക്കിയതൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അൺഫോൾഡ് ചെയ്തെടുക്കാം. അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉള്ളിൽ നമുക്കൊരു മാർക്ക് മടക്കിയതിൻ്റെ കിട്ടും കേട്ടോ. ആ ഒരു മാർക്ക് നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇപ്പുറത്തുനിന്ന് ഒരു ട്രയാങ്കിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു ട്രയാങ്കിൾ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തെ സൈഡിലും 2 ട്രയാങ്കിൾ വീതം കിട്ടും. അത് രണ്ടും ഉള്ളിലോട്ട് മടക്കി കൊടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ ആ ഡയമണ്ടിൻ്റെ തുറന്ന പോർഷൻ ഇല്ലേ, അതങ്ങ് നേരെ മടക്കി കൊടുക്കാം. ഇനി ഈ പ്രോസസ്സ് തന്നെ നമ്മൾ ബാക്ക് സൈഡിലും ചെയ്ത് കൊടുക്കണം. അപ്പുറത്തെ സൈഡിലും ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 സൈഡും ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓപ്പൺ ആവുന്ന ഭാഗത്തുനിന്ന് ഒന്നും കൂടി ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം കേട്ടോ. 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ മടക്കിയ പോലെ തന്നെ ഒന്നും കൂടി മടക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യാം. 2 സൈഡിൽ നിന്നും മടക്കി വരുമ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മറച്ച് പിടിച്ചതിന് ശേഷം ആ ഫോൾഡ് ചെയ്തത് ഒന്നും കൂടി അൺഫോൾഡ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. അതിലൊരു ട്രയാങ്കിൾ പോലെ കിട്ടും. അത് നേരെ പ്രസ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് അടുത്തേക്ക് കാണിച്ചു തരാം. ഇത് തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഒന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്യാത്ത ഭാഗം ഒന്നും കൂടി കിട്ടും. കണ്ടോ, ഇനി ഈ ഒരു ഭാഗത്തൊന്നും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡിൽ നിന്നും ഉള്ളിലോട്ട് വരുന്ന രീതിക്ക് മടക്കാം. മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇത് തന്നെ അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ ബാക്ക് സൈഡിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. 2 സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കിയതിന് ശേഷം അതിൻ്റെ താഴത്തെ പോർഷനിൽ നിന്നും ഒരു പിഞ്ച് ഭാഗം മാത്രം ഒന്ന് മടക്കി കൊടുക്കുക. കുറച്ച് മാത്രം മടക്കണ്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ ബാക്ക് സൈഡിലും റിപ്പീറ്റ് ചെയ്യാം. എല്ലാം നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും.
അപ്പോൾ എൻ്റെ ഒരു സൈഡിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തന്നെ അപ്പുറത്തെ സൈഡിലും റിപ്പീറ്റ് ചെയ്യാം. 2 സൈഡിലും മടക്കിയതിന് ശേഷം ഇത് വിടർത്തി കൊടുക്കാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വിടർത്തി കഴിയുമ്പോൾ കറക്റ്റ് അങ്ങനെ ഒന്ന് വളഞ്ഞു നിൽക്കില്ല ഈ പൂവിൻ്റെ പെറ്റൽസ്. അപ്പോൾ നമുക്കൊരു പെൻസിലോ പേനയോ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ സ്റ്റിക്കായാലും മതി, ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇതൊന്ന് ചുരുട്ടി ഒന്ന് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വിടർന്നൊരു നല്ല പൂവായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ പൂവിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 പേപ്പർ പീസസ് എടുക്കുക, ഇത്തിരി നീളത്തിൽ. ഇതും 7 സെൻറ്റിമീറ്റർ തന്നെയാട്ടോ എടുക്കണേ. എന്നിട്ട് നമുക്കിത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് പൂവിൻ്റെ ഉള്ളിലങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്കൊരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതൊന്നിങ്ങനെ വളച്ചൊക്കെ ഒന്ന് കൊടുക്കാം. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൂവിന് ഇതുപോലത്തെ 6 എണ്ണമാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഷെമൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് മെഴുകുതിരിയിൽ ഉരുക്കിയിട്ടാണ് ഒട്ടിക്കണത്. ഇതെന്താ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗണ്ണിൽ ഓവറായിട്ട് ഹീറ്റായിട്ട് കുറേ ഗ്ലൂ ഇങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ യൂസ് ചെയ്യണത്. അതാവുമ്പോൾ നമുക്ക് ഗ്ലൂ കുറേ വേസ്റ്റ് ആയിട്ട് പോവില്ലല്ലോ. ഒട്ടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു റൗണ്ട് ഷേപ്പിലായിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് നടുക്ക് ഒരു 6ാമത്തെ പൂവും കൂടിയും അങ്ങ് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ സ്പൈഡർ ലില്ലി കിട്ടും കേട്ടോ. അടുത്തത് നമുക്ക് ഒരു സ്റ്റിക്കിൽ ഗ്രീൻ കളർ പേപ്പർ അങ്ങ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതും ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൂ സ്പൈഡർ ലില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൂ സ്പൈഡർ ലില്ലി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെ എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.